Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. Today I am here with you to introduce a new subject, Marketing Management. This is the third paper for the fifth semester BCom Tax Procedure and Practice students of the Kerala University. As per the 2018 scheme of the Kerala University, the marketing management subject is divided into 5 different modules. Module 1, Marketing. Module 2, Consumer Behavior. Module 3, Product. Module 4, Pricing Decision. And Module 5, Promotion. We will be discussing all the 5 modules in details, but for today we are going to start on with the module 1, Marketing. In this lecture we will be discussing about the meaning and definition of marketing. The term marketing has been understood differently by different authorities in different contexts. Generally speaking, marketing deals with identifying and meeting human and social needs through an exchange process. Marketing എന്ന term പല ആൾക്കാരും പല രീതിയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നതും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. But generally marketing എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is identifying and meeting human and social needs through an exchange process. ഒരു എക്സ്ചേഞ്ച് പ്രോസസ് ആണ്. മറ്റുള്ള ഹ്യൂമൻസിൻ്റെയും സൊസൈറ്റിയുടെയും നീഡ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് വേണ്ട സമയത്ത് അതിനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവർ തിരിച്ച് നമുക്കൊരു കൺസിഡറേഷൻ, അവർക്ക് വാല്യുബിൾ ആയിട്ടൊരു കൺസിഡറേഷൻ നമുക്ക് തിരിച്ചു തരും. ഈ ഒരു എക്സ്ചേഞ്ച് പ്രോസസ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ്റെയും സൊസൈറ്റിയുടെയും നീഡ്സ് മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ള ഗുഡ്സ് ഓർ സർവീസസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവർ തിരിച്ച് നമുക്കൊരു കൺസിഡറേഷൻ, പല ഫോംസിലുള്ള കൺസിഡറേഷൻ നമുക്ക് തിരിച്ച് എക്സ്ചേഞ്ച് ചെയ്യും. ഈ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയാം. It involves an exchange intended to satisfy human wants. നമ്മൾ ഈ പറഞ്ഞ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമൻ വോൺസിനെയും നീഡ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു എക്സ്ചേഞ്ച് പ്രോസസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നൊരു പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് ഇസ് എ ഡിസിപ്ലിൻ കവറിംഗ് ദ വൈഡ് റേഞ്ച് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. നമ്മൾ ഈ പറഞ്ഞ എക്സ്ചേഞ്ച് പ്രോസസ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ പല തരത്തിലുള്ള വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ചേർന്നതാണ്. പല ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഹ്യൂമൻ നീഡ്സും സൊസൈറ്റൽ നീഡ്സും മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ള രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുക. Now let's look into the meaning of marketing. It means those business activities that are directing the movement of goods and services from producers to the ultimate consumers or users. It is the process of transferring the goods from the point of production to the point of കൺസംഷൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. എന്തിനുള്ള ആക്ടിവിറ്റീസ്? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കുന്ന ഗുഡ്സിനെ അതിൻ്റെ എൻഡ് യൂസറിലേക്ക് എത്തിക്കുന്ന ഒരു സെറ്റ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ് മാർക്കറ്റിംഗ്. അതായത് ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അത് പല രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെ കടന്ന് അതിൻ്റെ ഒരു റീറ്റെയിൽ ഷോപ്പിലെത്തി അതിൽ നിന്നും ഒരു എൻഡ് യൂസറിലേക്ക് എത്തുന്ന വരെയുള്ള ആ സെറ്റ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുക. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഒരു ഗുഡ്സിനെയോ സർവീസിനെ അതിൻ്റെ പോയിന്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നും പോയിന്റ് ഓഫ് കൺസംഷനിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുക. സോ വി ക്യാൻ എക്സ്പ്ലെയിൻ മാർക്കറ്റിംഗ് ആസ് ദോസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡയറക്റ്റിംഗ് ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ ഗുഡ്സ് ഫ്രം ദ പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ പോയിന്റ് ഓഫ് കൺസംഷൻ. Next, let us look into the different definitions of marketing. The American Marketing Association, the official organization for academic and professional marketers, defines marketing as a process of planning and executing the conception, pricing, promotion and distribution of ideas, goods and services to create exchanges that satisfy individual and organizational objectives. ഇപ്പോൾ നമ്മൾ മീനിങ്ങിൽ പറഞ്ഞു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസും ആൻഡ് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഗുഡ്സ് ഫ്രം ദ പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ പോയിന്റ് ഓഫ്
കൺസംഷൻ. ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡെഫിനിഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ കോൺസെപ്ഷൻ, പ്രൈസിംഗ്, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐഡിയാസ്, ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് ആയ കോൺസെപ്ഷൻ, പ്രൈസിംഗ്, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ബിസിനസ്സിൻ്റെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്. കോൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റേജ് ആക്ടിവിറ്റി, പ്രൈസിംഗ് ആക്ടിവിറ്റി, പ്രൊമോഷൻ ആക്ടിവിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റി. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുക. എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് സാറ്റിസ്ഫൈസ് ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഹ്യൂമൻ്റെയും സൊസൈറ്റിയുടെയും നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. അറ്റ് ദ സെയിം ടൈം ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുകയും വേണം. ഇതിനായിട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രോസസ് ദാറ്റ് എക്സിക്യൂട്ട്സ് ദ ബിസിനസ് ആക്ടിവിറ്റീസ്. ഇതാണ് മാർക്കറ്റിംഗ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Another definition for marketing is the process by which individuals and groups obtain what they need and want through creating and exchanging products and value with others. മറ്റൊരു രീതിയിൽ മാർക്കറ്റിങ്ങിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മാർക്കറ്റിംഗ് ഒരു പ്രോസസ്സാണ്. ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് ആവശ്യമായ കാര്യങ്ങൾ നേടാനായിട്ട് അവർ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു അതിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പല വിധത്തിലുള്ള വാല്യൂസിന് അത് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, മാർക്കറ്റിംഗ് എന്ന് പറയുക. അതായത് അവരെ ഒരു ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മറ്റൊരു ഗ്രൂപ്പ് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ആ പ്രോഡക്റ്റ് ആ ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ച് ഒരു വാല്യുബിൾ കൺസിഡറേഷൻ കിട്ടും. അങ്ങനെ അത്തരത്തിലുള്ള ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുക. One of the simplest definition for marketing is the delivery of customer satisfaction at profit. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമറിന് ആവശ്യമായുള്ള പ്രോഡക്റ്റ് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഡെലിവറി ചെയ്ത് അതിൽ നിന്നും ഒരു പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കസ്റ്റമറിൻ്റെ നീഡ് മനസ്സിലാക്കി അവർക്ക് വേണ്ട പ്രോഡക്റ്റ് അവർക്ക് വേണ്ട സമയത്ത് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് അവർ നമുക്ക് ആ ഒരു വിലയും അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റും ഉണ്ടാകുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. എന്താണ് മാർക്കറ്റിങ്ങിൻ്റെ പലതരത്തിലുള്ള ഡെഫിനിഷൻസ്, ഇത്തരം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ. വരുന്ന ക്ലാസ്സുകൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. വാട്ട് യു മീൻ ബൈ മാർക്കറ്റിംഗ് ആൻഡ് ഡിഫൈൻ മാർക്കറ്റിംഗ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എഴുതി എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.